റൊണാൾഡോ അയാളൊക്കെ തീർന്നു, അവസാനിപ്പിച്ച് പോയിക്കൂടെ? അങ്ങനെ പുലമ്പി നടന്നവന്മാരോട് പറയാതെ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു: നീയൊക്കെ എൻ്റെ തോൽവി കാണാനായിട്ട് ആളെ കൂട്ടിക്കോ. അതെ, എൻ്റെ വീഴ്ച കാണാൻ കാത്തു നിൽക്കുന്ന അതേ പുരുഷാരവങ്ങളെ തീർത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെ തല്ലിത്തകർത്ത് അതിൻ്റെ ഒത്ത നടുവിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം. അതാണ് ശീലവും. അന്നേരം നിങ്ങളുടെ മരണവും മരണദേവനും ആരാണെന്ന് നീയൊക്കെ ദർശിക്കും. അയാളുടെ അവസാനം കാണാൻ ഉറക്കം കളഞ്ഞ ഉരകങ്ങളോടാണ്. നീയൊക്കെ ChatGPT പറയുന്ന കണക്കുകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റി അറിവുകളും ഇക്കമാർ പറഞ്ഞു കേട്ട കഥകളും മാത്രം കൊണ്ടാണ് ഇന്നോളം അയാൾ അളന്നിട്ടുള്ളത്. അതേ ആളുകളുടെ നാവാട്ടങ്ങളെ, മുൻവിധികളെ, പരിഹാസങ്ങളെ പച്ചയ്ക്ക് കത്തിച്ചു നിൽക്കുന്ന ഒരു ഉഗ്രരൂപം കൂടിയുണ്ട് അയാൾക്ക്. അത് കണ്ട് ഉറക്കം പോയ തലമുറയുടെ പിൻതലമുറക്കാർ മാത്രമാണ് നിങ്ങളെല്ലാവരും. സദാ കളി കൊണ്ടും പ്രായം കൊണ്ടും അളന്ന അളവുകോലുകൾ പോലും പോരാതെ വരും. കാരണം ഇത് റൊണാൾഡോയാണ്. അയാളുടെ അവസാനം വരെ നിങ്ങളുടെ തലച്ചോറിനെ സമനില തെറ്റിക്കുവാനായി ഇങ്ങനെ അയാൾ നിരന്തരം അവതരിച്ചുകൊണ്ടേയിരിക്കും. വേൾഡ് കപ്പിനുമപ്പുറം ഈ ലോകം പോലും ഇന്ന് ഒരുക്കമായിരുന്നില്ല. റൊണാൾഡോയും പോർച്ചുഗലും ഇന്ന് തോൽക്കാൻ പാടില്ലായിരുന്നു. അതൊരു നീതിയാണ്. പക്ഷേ അറിയാം, അയാളുടെ വിറങ്ങിലെ ചേങ്ങൽ കേൾക്കാൻ അമേരിക്കയുടെ പുറം പടിയിൽ പലരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നാണം കെട്ട പടിയിറക്കം കണ്ട് ആസ്വദിക്കാൻ, സന്തോഷിക്കാൻ. അവരോടാണ്. ഇത് അവസാനിച്ചിട്ടില്ല. പോർച്ചുഗലും റൊണോയും തീർന്നിട്ടില്ല. ടൊറന്റോയിൽ ആദ്യ പകുതി പോർച്ചുഗലിൻ്റെതായിരുന്നു. രണ്ടാം പകുതിയിലാണ് ക്രൊയേഷ്യ കളം പിടിക്കുന്നത് പോലും. അതിൽ 53-ാം മിനിറ്റിൽ പെർസിറ്റിൻ്റെ ഗോൾ. കഥ അവസാനിച്ചു. ക്രൊയേഷ്യൻ ഡിഫൻസിന്റെ സിസ്റ്റം പൊളിച്ച് ലിവാക്കോവിച്ചിനെ വീഴ്ത്തുക അതൊരു ഈസി ടാസ്ക് അല്ല. പക്ഷേ അന്തതഗ്രോ താഴ്വരയിൽ നിന്ന് രക്ഷിക്കാൻ അവൻ അവതരിക്കുമെന്ന് അവർ കരുതി. അല്ല, അവതരിച്ചു. പക്ഷേ ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽപ്പെട്ട് ഷൂ ആഘോഷം പാതി വഴിയിൽ അവസാനിപ്പിച്ചു. റാഫേലിയയുടെ ഷോട്ട് ബാറിലടിച്ച് മടങ്ങുന്ന നേരം ഇന്ന് പോർച്ചുഗൽ ദിവസമല്ല എന്നായിരുന്നു ചിന്ത. പക്ഷേ നിയോഗം പോലെ വിയഗെ ഹോൾഡ് ചെയ്തതിന് പെനാൽറ്റി വിധിക്കപ്പെടുന്നു. അതെ, അവരുടെ നായകന്റെ റോളാണ് ഇനി. ഗാലറി ആഘോഷത്തിലായിരുന്നെങ്കിൽ പോലും നെഞ്ചിലൊരു വല്ലാത്തൊരു ആന്തലുണ്ട്. യൂറോ കപ്പിലോ ബ്ലാക്കിന്റെ മുന്നിൽ മിസ്സാക്കിയ ചിത്രം തലച്ചോറിൽ അപ്പാടെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുപക്ഷെ പോർച്ചുഗൽ പുറത്തായി കഴിഞ്ഞാൽ സർവ്വപാപവും പേരെ അയാൾ തലയാട്ടി മടങ്ങേണ്ടി വരും. ഇന്നോളം ചെയ്തു വെച്ച ഒരു ഐതിഹാസികതയും അതിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. ശപിക്കപ്പെട്ട കരിയറിന്റെ മാത്രമായിരിക്കും അയാൾക്ക് അവശേഷിക്കുന്നത്. ലോകം സംശയിച്ചു. കടുത്ത ആരാധകരുടെ മനസ്സ് പോലും ഡബിൾ മൈൻഡിൽ കാത്തിരുന്ന് കാണും. ഗാലറിയും ഭയപ്പെട്ടു. പക്ഷേ അയാൾക്കൊട്ടും ഭയമില്ലായിരുന്നു. ഈ കളിയുടെ ഏറ്റവും വലിയ ഹീറ്റുകൾ കൊണ്ട് മുറിയാത്ത മനസ്സുകൊണ്ട് അയാൾ ലക്ഷ്യം കണ്ടു. സദാ റൊണോ ഉന്നം വെക്കുന്ന റൈറ്റ് സൈഡിലേക്ക് തന്നെയായിരുന്നു ലിവാക്കോവിച്ചിന്റെ ഡൈവ്. പക്ഷേ ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ പോലും നേർക്കുതിർത്ത ലക്ഷ്യം കാണുന്നു. അതെ, ഇത് റൊണോയാണ്. സമ്മർദ്ദങ്ങളെ എക്കാലത്തും സൗന്ദര്യമാക്കിയവൻ. പോർച്ചുഗലിന് ഇനി വിജയിക്കുവാൻ ഇനിയൊരു ഗോൾ കൂടി വേണം. അതിനുള്ള ആയുസ് മാർട്ടിസ് റൊണോയ്ക്ക് പോലും നൽകിയില്ല. തന്റെ ബെസ്റ്റിൽ നിന്നും ബ്രൂണോ വിറ്റിനെ തുടങ്ങിയ ഒരു വലിക്കും കൂട്ടത്തിൽ റൊണോയും കൂടി തിരിച്ചു വിളിക്കുന്നുണ്ട്. അത് എല്ലാം നിമിത്തമാണ്, വിധി അല്ലെങ്കിൽ നിയോഗം. മാർട്ടിനസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതൽ പോർച്ചുഗലിനെ സ്ട്രഗിൾ ചെയ്യാൻ ആരംഭിച്ചു. എക്സ്ട്രാ ടൈമിൽ ഈ ടീം തീരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇഞ്ചുറി ടൈമിലെ 4-ാം മിനിറ്റിൽ റാമോസ് മാലാകയാകുന്നുണ്ട്. യെസ്, പോർച്ചുഗൽ ഈസ് സ്റ്റിൽ അലൈവ്. പക്ഷേ കളി നീണ്ടു. നൽകിയ 10 മിനിറ്റും കാണ്ടി പോർച്ചുഗലിന്റെ വിജയം ലോകം ആഘോഷിച്ചു നിൽക്കുന്ന നേരം ക്രൊയേഷ്യയുടെ മറുപടിയാണ്. എല്ലാം കഴിഞ്ഞു എന്ന് തോന്നിയ നിമിഷം. പക്ഷേ എല്ലാം വിധിയാണ്. ഓഫ്സൈഡ് വിളിക്കപ്പെടുന്നു. ക്രൊയേഷ്യയുടെ ഗോൾ നിഷേധിക്കപ്പെടുന്നു. അതെ, പോർച്ചുഗലും റൊണോയും വിജയിക്കുന്നു. ഈ ഒരു ദിവസം തോറ്റാൽ അത് നീതിയാകില്ല, അന്ധവിശ്വാസമാകാം. പക്ഷേ നടന്നതെല്ലാം ദൈവവിധി പോലെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മാലാഖമാരുടെ അകമ്പടിയോടെ അയാൾ ഈ നിമിഷം ദർശിച്ച് മടങ്ങിക്കാണും. അതെ, ഓരോ പോർച്ചുഗൽ ആരാധകനും റൊണോ ആരാധകനും ഏറെ സന്തോഷിച്ച ദിവസം.